നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഡ്യുവാലിറ്റി എന്നുള്ള സെക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. തിയറം പറയുന്നത് ഒരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അതിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഈ എൽ പി പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. എക്സ് അതിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണെന്ന് കരുതുക, എക്സ് എന്നുള്ള പോയിൻ്റുള്ള വാല്യൂ. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഈ എഫ് ഓഫ് എക്സും ഇനി ഈ പ്രോബ്ലത്തിൻ്റെ ഡ്യുവൽ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഡ്യുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ അതിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ്. ഡ്യുവൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫൈ ഓഫ് വൈ ആണ്. അപ്പോൾ ഈ ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ വൈ എന്നുള്ള സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ ആ സൊല്യൂഷൻ്റെ വാല്യൂ ഫൈ ഓഫ് വൈ, ഈ എഫ് ഓഫ് എക്സും ഫൈ ഓഫ് വൈയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കുക. ദി വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫോർ എനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ ഈസ് നോട്ട് ലെസ് ദാൻ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫൈ ഓഫ് വൈ ഫോർ എനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി ഡ്യുവൽ. അതായത് ഒരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് എക്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് വരുന്ന ഒരു എൽ പി പ്രോബ്ലം, എക്സ് അതിൻ്റെ ആ എൽ പി പ്രോബ്ലത്തിൻ്റെ ഏതൊരു ഫീസിബിൾ സൊല്യൂഷനാണെങ്കിലും, ഇപ്പോൾ ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആ പോയിൻ്റുള്ള കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഇതിനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൽ പി പ്രോബ്ലത്തിൻ്റെ ഡ്യുവൽ കൺസിഡർ ചെയ്യുക. ഡ്യുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആ ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് വൈ ആയിരിക്കുന്നു. ഓക്കെ, എക്സ് പ്രൈമലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആയിക്കോട്ടെ, വൈ അതിൻ്റെ എൽ പി പ്രോബ്ലത്തിൻ്റെ ഡ്യുവലിൻ്റെ ഏതൊരു ഫീസിബിൾ സൊല്യൂഷൻ ആയിക്കോട്ടെ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് വൈ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. പ്രൂഫ് നോക്കുക, സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക. കൺസിഡർ ദി primal problem. Minimize f of x equal to summation j runs from 1 to n cj xj subject to the constraints summation j runs from 1 to n aij xj greater than or equal to bi, I runs from 1 to m. അപ്പോൾ അതിൻ്റെ ഡ്യുവൽ നമുക്ക് പറയാം. its dual is maximize phi of I equal to summation I runs from 1 to m bi yi subject to the constraints summation I runs from 1 to m aij yi less than or equal to cj yi greater than or equal to 0. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ മിനിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. എക്സ് അതിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് അതിൻ്റെ ഡ്യുവലിൻ്റെ ഏതൊരു ഫീസിബിൾ സൊല്യൂഷൻ കൺസിഡർ ചെയ്താലും ആ സൊല്യൂഷൻ്റെ വാല്യൂവിനേക്കാളും വലുതായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ആദ്യം തന്നെ. ഓക്കെ, ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് നെസസറി സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾ into the primal and dual problems, we get minimize f of x equal to summation j runs from 1 to n cj xj subject to the constraints a11 x1 plus a12 x2 plus etc a19 xn minus axn plus 1 equal to b1 etc am1 x1 am2 x2 plus etc amn xn minus xn plus m ഈക്വൽ ടു ബി. ഒന്നാമത്തെ പ്രൈമൽ പ്രോബ്ലത്തിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. സ്റ്റാൻഡേർഡ് ഫോമിലേക്കല്ല, അതിലെ സർപ്ലസ് വേരിയബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൺസ്ട്രെയിൻസിനെയൊക്കെ ഇക്വാലിറ്റി ആക്കിയതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഡ്യുവൽ കൺസിഡർ ചെയ്യുക. ഡ്യുവലിലെ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പാണ്. അപ്പോൾ അതിലേക്കൊക്കെ സ്ലാക്ക് വേരിയബിൾസിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൺസ്ട്രെയിൻസിനെയൊക്കെ ഇക്വേഷൻസ് ആക്കുക. ഓക്കെ, ഇക്വാലിറ്റി സൈൻ കൊണ്ടുവരാം. അതാണ് ഇക്വേഷൻ. പ്രോബ്ലം 2 ഞാൻ നമ്പർ ചെയ്ത പ്രോബ്ലം 1 പ്രൈമലിൻ്റെ കൺസ്ട്രെയിൻസിനെയൊക്കെ ഇക്വാലിറ്റി ആക്കിയതാണ്. ഓക്കെ, ഇക്വേഷൻസ് ആക്കിയതാണ്.
പ്രോബ്ലം 1 പ്രോബ്ലം 2 ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസിനൊക്കെ ഇക്വേഷൻസ് ആക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ പ്രോബ്ലം 1ഉം പ്രോബ്ലം 2 കൺസിഡർ ചെയ്യുക. പ്രോബ്ലം 1ൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ് എക്സ് എങ്കിൽ, അതേപോലെ തന്നെ പ്രോബ്ലം 2ൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ് വൈ എങ്കിൽ എനിക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് ആർബിട്രറി ആയിട്ടുള്ള രണ്ട് ഫീസിബിൾ സൊല്യൂഷൻസ് പ്രോബ്ലം 1ൻ്റെയും 2ൻ്റെയും ചൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn പ്ലസ് 1, y ഈക്വൽ ടു y1 y2 എക്സെട്ര yn പ്ലസ് 1. ബി വേണ്ട, ബി ടു ഫീസിബിൾ സൊല്യൂഷൻസ് മോർ ദാൻ വൺ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുക രണ്ട് പ്രോബ്ലത്തിനും. അപ്പോൾ ഡി വേണ്ട, ബി ടു ഫീസിബിൾ സൊല്യൂഷൻസ് ഓഫ് 1 and 2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തിൻ്റെ രണ്ട് ഫീസിബിൾ സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യാം, എക്സും വൈയും. എനിക്ക് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കുക. എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn പ്ലസ് 1, വൈ ഈക്വൽ ടു വൈ എന്നുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y1 y2 എക്സെട്ര yn പ്ലസ് 1 n പ്ലസ് n. ഇപ്പോൾ കൺസ്ട്രെയിൻസ് നോക്കുക. ഞാൻ പ്രോബ്ലം 1ൻ്റെ കൺസ്ട്രെയിൻസിനെയൊക്കെ വൈ ഐസിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈ ഐസിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. അതായത് പ്രോബ്ലം 1 കൺസിഡർ ചെയ്യുക, അതിലെ ഒന്നാമത്തെ കൺസ്ട്രെയിനെ y1നോട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ കൺസ്ട്രെയിനെ y2നോട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനത്തെ കൺസ്ട്രെയിനെ, അതായത് mth കൺസ്ട്രെയിനെ ymനോട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ കൺസ്ട്രെയിൻസിനൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ 2 കിട്ടും. ഇക്വേഷൻ 3 ഞാൻ നമ്പർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ കിട്ടും. അതേപോലെ തന്നെ പ്രോബ്ലം 2 കൺസിഡർ ചെയ്യുക. പ്രോബ്ലം 2ലെ കൺസ്ട്രെയിൻസിനെ ഞാൻ എക്സൈസിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പ്രോബ്ലം 2ലെ ഫസ്റ്റ് കൺസ്ട്രെയിനെ ഞാൻ x1നോട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ പ്രോബ്ലം 2ലെ സെക്കൻഡ് കൺസ്ട്രെയിനെ x2നോട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതേ രീതിയിൽ ഓരോ കൺസ്ട്രെയിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അവസാനത്തെ കൺസ്ട്രെയിനെ xnനോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിട്ട് ആ കൺസ്ട്രെയിൻസിനൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 4 കിട്ടും. ഓക്കെ, ഇക്വേഷൻ 3ഉം 4ഉം നോക്കുക. ഇക്വേഷൻ 3ൻ്റെ റൈറ്റ് സൈഡ് എന്താണ്? ഫൈ ഓഫ് വൈ ആണ്. ഇത് ഒബ്സേർവ് ചെയ്യുക. ഇക്വേഷൻ 4ൻ്റെ റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സും ആണെന്ന് ഒബ്സേർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? 4 - 3 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ അത് ചെയ്താൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് വൈ എന്നുള്ള രൂപത്തിൽ വരും. റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് വൈ. ലെഫ്റ്റ് സൈഡിൽ ഒരു നോൺ നെഗറ്റീവ് നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് തിയറം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 4 - 3 ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ 4 - 3 ചെയ്താൽ 4 എന്നുള്ള ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കുറേ ടേംസ് 3 എന്നുള്ള ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടേംസൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പോൾ ബാക്കി വരുന്ന ടേംസ് ഏതൊക്കെയായിരിക്കും നോക്കുക. അവിടെ A1 ഇക്വേഷൻ 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ A11 y1 x1 ഉണ്ട്. ആ ടേം 3ൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പോകും. A21 y2 x1 4ൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതേപോലെ തന്നെ 3ൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ കുറേ ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഓക്കെ, അതിൽ ഇനി ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ള ടേംസിനെ മാത്രമേ ഞാൻ ക്യാൻസൽ ചെയ്യാതെ പോകുന്ന ബാക്കിയുള്ള ടേംസിനെ റിപ്പീറ്റ് ചെയ്യാത്ത ടേംസിനെ മാത്രമാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, കുറേ ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് പോകും. അത് നിങ്ങൾ നോക്കുക, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ 4 - 3 ചെയ്താൽ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. y m+1 x1 പ്ലസ് y xn+1 y1. ഓക്കെ, ഇതേപോലെ വരാം. അതായത് നമ്മളുടെ ഒറിജിനൽ വേരിയബിൾസ് വരുന്ന ടേംസൊക്കെ
ക്യാൻസൽ ചെയ്തിട്ട് പോകും. സ്ലാക്ക് വേരിയബിൾസും സർപ്ലസ് വേരിയബിൾസും വരുന്ന ടേംസ് മാത്രമേ അവിടെ ബാക്കിയായിട്ട് വരുള്ളൂ ലെഫ്റ്റ് സൈഡിൽ 4-3 ചെയ്യുമ്പോൾ. അപ്പോൾ yn+1 x1, xn+1 y1, xn+2 x2, xn+2 y2 പ്ലസ് എക്സെട്ര ym. പിന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 3ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നെഗറ്റീവ് സൈൻ വരുന്ന ടേംസ് ഒക്കെ പോസിറ്റീവായിട്ട് വരും. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യാണ് 3നെ സബ്ട്രാക്ട് ചെയ്യാണ് 4. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 4-3 എന്ന് പറയുന്ന ഇക്വേഷൻ ഇതേപോലെ വരും. ym+1 x1 പ്ലസ് xn+1 y1 പ്ലസ് ym+2 x2 പ്ലസ് xn+2 y2 പ്ലസ് എക്സെട്ര ym+n xn പ്ലസ് xn+1 xn+m ym ഈക്വൽ ടു c1 x1 പ്ലസ് c2 x2 പ്ലസ് എക്സെട്ര cn xn മൈനസ് b1 y1 പ്ലസ് b2 y2 എക്സെട്ര bm ym. അത് ഞാൻ നേരത്തെ പറഞ്ഞു എഫ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് വൈ ആണ്. ഇത് ക്യാപിറ്റലല്ല, സ്മോൾ ആണ്. സ്മോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് വൈ. മാത്രമല്ല നമ്മൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് എല്ലാ വേരിയബിൾസിനും അസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് എക്സ് ജെസും വൈ ഐസും ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ ഐ റൺസ് ഫ്രം 1 to m പ്ലസ് n ആൻഡ് ജെ റൺസ് ഫ്രം 1 to m പ്ലസ് n. ഓക്കെ, അതായത് ആ 4-3 ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടേംസും നോൺ നെഗറ്റീവ് ടേംസ് ആണ്. ഓക്കെ, കാരണം എക്സ് ജെസും വൈ ഐസൊക്കെ നോൺ നെഗറ്റീവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടേംസും നോൺ നെഗറ്റീവ് ടേംസ് ആയിരിക്കും. അപ്പോൾ നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മ് നോൺ നെഗറ്റീവ് തന്നെ ആയിരിക്കും. അതായത് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് 4-3 എന്നുള്ള ഇക്വേഷൻ്റെ ചെയ്തിട്ട് കിട്ടിയ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോൺ നെഗറ്റീവ് ആണ്. റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് ഐ ആണ്. സ്മോൾ എഫ് ഓഫ് എക്സ് ആക്കണേ. ഓക്കെ, സ്മോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് ഐ ആണ്. ഓക്കെ, നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മ് നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് വൈ നോൺ നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, എഫ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഓഫ് വൈ. അപ്പോൾ പ്രൂഫായി എക്സും വൈയും ആർബിട്രറി ചോയ്സ് ആയതുകൊണ്ട് പ്രോബ്ലം 1ൻ്റെയും പ്രോബ്ലം 2ൻ്റെയും രണ്ട് ഫീസിബിൾ സൊല്യൂഷൻ, ആർബിട്രറി 8 ആണ് നമ്മൾ ഈ രണ്ട് ഫീസിബിൾ സൊല്യൂഷന് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാ ഫീസിബിൾ സൊല്യൂഷനും ഈ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഓഫ് വൈ ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രൂഫ്, സിമ്പിളാണ്. ഇനി ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്ന റിസൾട്ടാണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഓഫ് വൈ ആണ്. അതുകൊണ്ട് തന്നെ മിനിമം ഓഫ് എഫ് ഓഫ് എക്സും മാക്സിമം ഓഫ് ഫൈവ് ഓഫ് വൈയും ഇതേപോലെ ആയിരിക്കും. മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈവ് ഓഫ് വൈ ആയിരിക്കും. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്. ഫ്രം ദി അബവ് തിയറം ഫോളോസ് ദാറ്റ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈവ് ഓഫ് വൈ. ഓക്കെ, ഇത് തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ തിയറത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പ്രൂഫ്. ഇനി ഒരു മെത്തേഡാണ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴാണ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. കൺസിഡർ ദി പ്രൈമൽ ആൻഡ് ദെയർ ഡ്യുവൽ പ്രോബ്ലംസ് ആസ് മെൻഷൻഡ് ഏർലിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രൈമൽ പ്രോബ്ലം അതിൻ്റെ ഡ്യുവലും കൺസിഡർ ചെയ്യുക, നമ്മൾ ഈ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ. ഓക്കെ, നമ്മൾ ഡെഫിനിഷനിൽ മെൻഷൻ ചെയ്ത പോലെ പ്രൈമലും ഡ്യുവലും കൺസിഡർ ചെയ്യുക. ദി പ്രൈമൽ problem is minimize f of x equal to summation j runs from 1 to n cj xj subject to the constraint summation j runs from 1 to n aij xj greater than or equal to b I runs from 1 to m xj greater than or equal to 0 for all j runs from 1 to n. ഓക്കെ, ഇനി ഒരു കേസ് കൺസിഡർ ചെയ്യുക. നമ്മളുടെ കോസ്റ്റ് കൊയിഷ്യൻസ് സപ്പോസ് ഓൾ cj greater than or equal to 0 and the constraint constants bi less than or equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പ്രോബ്ലത്തിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കൺസ്ട്രെയിൻസിനെയൊക്കെ ഇക്വേഷൻസ് ആക്കിയിട്ട് നമുക്കൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഡയറക്റ്റായിട്ട് കിട്ടും. കാരണം ഇവിടെ കൺസ്ട്രെയിൻസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാളിറ്റി ആണ്. മോർ ഓവർ കൺസ്ട്രെയിൻ കോൺസ്റ്റൻസ് ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, നോൺ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലാക്ക് വേരിയബിൾസിനെ സർപ്ലസ് വേരിയബിൾസിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒറിജിനൽ വേരിയബിൾസിന് 0 കൊടുത്താൽ നമുക്ക്
ഒരു ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും. മോറോവർ അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെ ആയിരിക്കും. കാരണം കോസ്റ്റ് കൊയിഷൻസ് ഒക്കെ പോസിറ്റീവാണ്. ഓക്കെ, കോസ്റ്റ് കൊയിഷൻസ് ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ഒറിജിനൽ വേരിയബിൾസിനൊക്കെ 0 കൊടുക്കുന്ന 0 വരുന്ന രീതിയിൽ, ഓക്കെ, ഒറിജിനൽ വേരിയബിൾസിന് 0യും പിന്നെ നമ്മളുടെ സ്ലാക്ക് വേരിയബിൾസിന് -bi വരുന്ന ഈ സൊല്യൂഷൻ ഒപ്റ്റിമലായിരിക്കും. ഓക്കെ, അതൊരു പ്രോബ്ലമാണ്. കാരണം ആക്ച്വലി അത് ഒപ്റ്റിമൽ ആവുമോ എന്നുള്ള കേസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സർപ്ലസ് വേരിയബിൾസിനൊക്കെ ഒറിജിനൽ വേരിയബിൾസിനൊക്കെ 0 വാല്യൂസ് വരുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ സൊല്യൂഷൻ കിട്ടുക. അത് ഒപ്റ്റിമലായിരിക്കും. കാരണം CJs ഒക്കെ പോസിറ്റീവാണ്, നോൺ നെഗറ്റീവാണ്. ഓക്കെ, അത് ഫീസിബിൾ തന്നെയായിരിക്കും. സൊല്യൂഷനെ ഒപ്റ്റിമൽ സൊല്യൂഷനായിരിക്കും. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഡ്യുവലിലും, ഓക്കെ, ഞാൻ വായിക്കാം ആദ്യം. സിമിലർലി ദി കറസ്പോണ്ടിങ് ബേസിസ് ഓഫ് ദി ഡ്യുവൽ ഈസ് ഫീസിബിൾ. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ ബേസിസും ഫീസിബിൾ തന്നെയായിരിക്കും, അതും ഒപ്റ്റിമൽ തന്നെയായിരിക്കും. ഓക്കെ, ഈ കേസിൽ എപ്പോൾ bi < 0 ആവുന്ന കേസ്, പിന്നെ കോസ്റ്റ് കൊയിഷൻസ് നോൺ നെഗറ്റീവ് ആകുന്ന കേസ്. ഓക്കെ, കോസ്റ്റ് കൊയിഷൻസ് CJs > 0, bi < 0. ആ കേസിൽ നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഒറിജിനൽ വേരിയബിൾസിനും, അതായത് x1 x2 എക്സെട്ര xmനൊക്കെ 0 വരുന്ന സൊല്യൂഷൻ, അത് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനായിരിക്കും എന്നാണ് പറഞ്ഞത്. അതേപോലെ അതിൻ്റെ ഡ്യുവൽ പ്രോബ്ലത്തിനും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൊല്യൂഷൻ ഫീസിബിൾ ആയിരിക്കും, ഒപ്റ്റിമൽ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത കേസ്, ഇഫ് സം ഓർ ഓൾ bi > 0 ആൻഡ് cj > 0. അതായത് കോസ്റ്റ് കൊയിഷൻസ് ഒക്കെ നോൺ നെഗറ്റീവ്, പക്ഷേ നമ്മളുടെ കൺസ്ട്രെയിൻ കോൺസ്റ്റൻസ് ഒന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 കൺസ്ട്രെയിൻ കോൺസ്റ്റൻ്റ് എങ്കിലും നോൺ നെഗറ്റീവ് ആയിട്ട് വരുന്ന കേസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കേസിൻ്റെ നെഗേഷനല്ല, അതിൽ bi നമ്മളുടെ കൺസ്ട്രെയിൻ കോൺസ്റ്റൻറ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കരുതുക. അതായത് bi < 0 അല്ല, അറ്റ്ലീസ്റ്റ് 1 bi എങ്കിലും നോൺ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. Then the base is consisting of xn plus 1, xn plus 2, etc. xn plus m is not feasible for the primal. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ആ പ്രോബ്ലത്തിൽ സർപ്ലസ് വേരിയബിൾസിനൊക്കെ സബ്ട്രാക്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒറിജിനൽ വേരിയബിൾസിനൊക്കെ 0 കൊടുത്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ ഫീസിബിൾ ആവില്ല. ഓക്കെ, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡ്യുവൽ പ്രോബ്ലത്തിൽ വരുന്ന ബേസിസ് ഫീസിബിൾ ആവും ചെയ്യും. ഓക്കെ, ദിസ് കേസ് ഈസ് കോൾഡ് പ്രൈമൽ ഇൻഫീസിബിൾ ആൻഡ് ഡ്യുവൽ ഫീസിബിൾ. അതായത് ഈ കേസിനെ നമ്മൾ പ്രൈമൽ ഇൻഫീസിബിൾ ആൻഡ് ഡ്യുവൽ ഫീസിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഏത് കേസ്? കോസ്റ്റ് കൊയിഷൻസ് ഒക്കെ നോൺ നെഗറ്റീവും, പക്ഷേ നോൺ നെഗറ്റീവ് പിന്നെ കൺസ്ട്രെയിൻ കോൺസ്റ്റൻസിൽ അറ്റ്ലീസ്റ്റ് 1 bi എങ്കിലും നോൺ നെഗറ്റീവ് ആയിട്ട് വരുന്ന കേസ്. ഓക്കെ, ആ കേസിൽ നമുക്ക് കിട്ടുന്ന പ്രൈമൽ ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന, അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിളിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് സർപ്ലസ് വേരിയബിളിനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിൽ ഈ bi < 0 വരുന്ന ആ കൺസ്ട്രെയിനിൽ കൊടുത്ത സർപ്ലസ് വേരിയബിളിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും മിക്കവാറും വരും. ഓക്കെ, അപ്പോൾ അത് ഫീസിബിൾ ആവില്ല, അപ്പോൾ പ്രൈമൽ ഇൻഫീസിബിൾ ആവും. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ ബേസിസ് ഫീസിബിൾ ആവും ചെയ്യും. ഓക്കെ, ആ കേസിനെ നമ്മൾ പ്രൈമൽ ഇൻഫീസിബിൾ ആൻഡ് ഡ്യുവൽ ഫീസിബിൾ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്, ഇനിയാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ഈസ് യൂസ് ടു വെൻ all cj < 0 ആൻഡ് അറ്റ്ലീസ്റ്റ് 1 bi < 0. ഓക്കെ, നമ്മൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ഒരു LP പ്രോബ്ലത്തിനെ
സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്. ആ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാൻ നോക്കുക. പോസ്റ്റ് കൊയിഷൻസ് ഒക്കെ നോൺ നെഗറ്റീവ് ആയിട്ട് വരിക. പിന്നെ അറ്റ്ലീസ്റ്റ് 1 bi ലെസ് ദാൻ 0, അതായത് കൺസ്ട്രെയിൻ കോൺസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നെഗറ്റീവായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ചെയ്യാമെന്ന് നോക്കുക. അൽഗോരിതം തന്നിട്ടുണ്ട്. ആദ്യം അൽഗോരിതം ഒന്ന് വായിക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, എക്സ്പ്രസ് ദി പ്രോബ്ലം ഇൻ സ്റ്റാൻഡേർഡ് ഫോം ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പ്രോബ്ലത്തിന് സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, ഓക്കെ, സ്ലാക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലാക്ക് വേരിയബിൾസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ്പ്രസ് ദി പ്രോബ്ലം ഇൻ സ്റ്റാൻഡേർഡ് ഫോം ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് വേരിയബിൾസ്. ഓക്കെ, സ്ലാക്ക് വേരിയബിൾസിന് കൊടുത്തിട്ട് ഈ പ്രോബ്ലത്തിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇഫ് ഓൾ CJs ആർ നോൺ നെഗറ്റീവ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 bi is negative, then the dual simplex method can be applied. ഓക്കെ, അതായത് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞത്. CJs ഒക്കെ കോസ്റ്റ് കൊയിഷൻസ് ഒക്കെ നോൺ നെഗറ്റീവ് ആണ്, പിന്നെ ഒരു കൺസ്ട്രെയിൻ കോൺസ്റ്റൻ്റ് എങ്കിലും, അതായത് ഒരു bi എങ്കിലും നെഗറ്റീവായിട്ട് വരണം. സ്റ്റെപ്പ് 2, എക്സ്പ്രസ് ദി പ്രോബ്ലം ഇൻ ദി ഫോം ഓഫ് ദി സിംപ്ലക്സ് ടേബിൾ ആൻഡ് പ്രൊസീഡ് ആസ് ഫോളോസ്. എന്നിട്ട് ഇതിനെ സിംപ്ലക്സ് ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യുക. സിംപ്ലക്സ് ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യുക ഈ പ്രോബ്ലത്തിനെ. എന്നിട്ട് ഇതേപോലെ പ്രൊസീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുക, ഈ BIസിനെയൊക്കെ നോക്കുക, നമ്മളുടെ ബേസിസിലുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ്. എക്സാമിൻ bi ആൻഡ് ചൂസ് ദി സ്മോളസ്റ്റ് വൺ, സേ BP. നമ്മളുടെ സിംപ്ലക്സ് ടേബിളിലുള്ള BIസിൻ്റെ വാല്യൂസ്, അതായത് ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് കൺസിഡർ ചെയ്യുക. അതിൽ സ്മോളസ്റ്റ് വാല്യൂ വരുന്ന വാല്യൂവിനെ ചൂസ് ചെയ്യുക. BP ആണ് നമ്മളുടെ സ്മോളസ്റ്റ് വാല്യൂ വരുന്ന BIൻ്റെ വാല്യൂ എന്ന് കരുതുക. ഓക്കെ, സിംപ്ലക്സ് ടേബിളിൽ ഇഫ് BP ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നമ്മൾ ചൂസ് ചെയ്ത BP എന്നുള്ള നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ, നോൺ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യുക, ഇപ്പോൾ ഉള്ള സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷനാണെന്ന് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യാം. സപ്പോസ് BP ലെസ് ദാൻ 0 ആണെന്ന് കരുതുക. അതായത് നമ്മൾ BIs കൺസിഡർ ചെയ്തിട്ട് അതിൽ മിനിമം വാല്യൂ ചൂസ് ചെയ്ത ആ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XP എന്നുള്ള ബേസിക് വേരിയബിൾ കൺസിഡർ ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ XP നോൺ ബേസിക് ആവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ XP എന്നുള്ള വേരിയബിളിനെ നോൺ ബേസിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ നോൺ ബേസിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നോൺ ബേസിക് വേരിയബിളിനെ ബേസിക് ആയിട്ട് വേണ്ടി വരും. അതിനാണ് അടുത്ത സ്റ്റെപ്പ് ഉപയോഗിക്കുക. എക്സാമിൻ API എന്ന് പറഞ്ഞാൽ ഏത് എൻട്രി ആയിരിക്കും? ആ XP എന്നുള്ള ആ റോയിലെ എൻട്രീസ്. ഓക്കെ, XP എന്നുള്ള ആ റോയിലെ എൻട്രീസ് ആയിരിക്കും API എന്നുള്ള മാട്രിക്സിലെ P3. ഓക്കെ, P3. അപ്പോൾ ആ റോ കൺസിഡർ ചെയ്യുക. സപ്പോസ് ആ റോയിലുള്ള എല്ലാ നമ്പേഴ്സും ഇഫ് API ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ I, ദെൻ സ്റ്റോപ്പ്. ഓക്കെ, ആ റോയിലുള്ള എല്ലാ എൻട്രീസും പോസിറ്റീവ് ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഇഫ് സം API ലെസ് ദാൻ 0, ആ റോയിലുള്ള എൻട്രീസിൽ ഏതെങ്കിലും ഒരു വാല്യൂ നെഗറ്റീവ് ആണെന്ന് കരുതാം. ഓക്കെ, അല്ലെങ്കിൽ സം വാല്യൂസ്, ആ റോയിലുള്ള സം എൻട്രീസ് നെഗറ്റീവ് ആണെങ്കിൽ ദെൻ സെറ്റപ്പ് ദി റേഷ്യോ CI/API. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CI/API എന്നുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക ഫോർ ഓൾ API, ആ റോയിലുള്ള ഓരോ എൻട്രീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ആൻഡ് ചൂസ് ദി ന്യൂമറിക്കലി സ്മോളസ്റ്റ്.
ഓക്കെ. എന്നിട്ട് CI/API കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലെ ന്യൂമറിക്കലി സ്മോളസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യുക. സപ്പോസ് അത് CR/APR ആണെന്ന് കരുതുക. ഓക്കെ, അതായത് ആർത്ത് കോളത്തിലാണ് ആ വാല്യൂ സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ XR എന്നുള്ള വേരിയബിൾ ആയിരിക്കും നമ്മൾ ഇനി XR എന്നുള്ള നോൺ ബേസിക് വേരിയബിൾ ആയിരിക്കും നമ്മൾ ബേസിക്കായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ കൊണ്ടുവരാം. ഓക്കെ, XR XR is to be replaced by XP in the next iteration. Use step 2 of Simplex method summary to obtain the entries in the next step. Go back to step 8. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ പൈവോട്ട് എലമെൻറ്റിനെ 1 ആക്കുക. പൈവോട്ട് എലമെൻറ്റിൻ്റെ താഴെയും മുകളിലുള്ള എലമെൻസിനൊക്കെ 0 ആക്കുക റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഈ സ്റ്റെപ്പ് 7 മുതൽ വീണ്ടും ചെയ്തു വരാം. അപ്പോൾ ഈ ഐട്രേഷൻ ഒരു സ്ഥലത്ത് ടെർമിനേറ്റ് ചെയ്ത് ചെയ്യുന്ന സ്റ്റെപ്പിൽ കിട്ടുന്ന സൊല്യൂഷനായിരിക്കും ഓപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് അൽഗോരിതം. അപ്പോൾ അൽഗോരിതം കറക്റ്റ് ഒന്ന് വായിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം, സോൾവ് യൂസിങ് സിംപ്ലക്സ് മെത്തേഡ് ഇൻ ദി സോൾവ് യൂസിങ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ എഴുതുക ക്വസ്റ്റ്യൻ. സോൾവ് ദി ഫോളോയിങ് LPP യൂസിങ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന് എഴുതുക. ഓക്കെ, മിനിമൈസ് f(x) = 3x1 plus 5x2 plus 2x3 subject to the constraints -x1 plus 2x2 plus 2x3 greater than or equal to 3, x1 plus 2x2 plus x3 greater than or equal to 2, minus 2x1 minus x2 plus 2x3 greater than or equal to -4, xi greater than or equal to 0 for all I runs from 1 to 3. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് തന്നിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ കോസ്റ്റ് കോയിഷ്യൻസ് നോൺ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ കേസിലാണ് 3, 5, 2 ആണ് കോസ്റ്റ് കോയിഷ്യൻസ്. അപ്പോൾ ഓക്കെയാണ്, നോൺ നെഗറ്റീവാണ്, പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇനി കൺസ്ട്രെയിൻസ് നോക്കുക. കൺസ്ട്രെയിൻസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാളിറ്റി ആണോ എന്ന് നോക്കുക. അതിൽ തന്നെ കൺസ്ട്രെയിൻ കോൺസ്റ്റൻസിൽ അറ്റ്ലീസ്റ്റ് 1 കോൺസ്റ്റൻ്റ് എങ്കിലും നെഗറ്റീവ് നമ്പർ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ വന്നിട്ടുണ്ട് -4, മൂന്നാമത്തെ കൺസ്ട്രെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോൾവ് ആണ്. ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ദി LP പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് LP പ്രോബ്ലം തന്നാൽ അത് നിങ്ങൾക്ക് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്യാം ഈ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ലാക്ക് വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇൻഇക്വാളിറ്റീസാണ് എല്ലാ കൺസ്ട്രെയിൻസും. അപ്പോൾ സ്ലാക്ക് വേരിയബിൾസ് അല്ലല്ലോ, സർപ്ലസ് വേരിയബിൾസ് അല്ലല്ലോ കൊടുക്കേണ്ടത്. പക്ഷേ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ബൈ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ഇൻഇക്വാളിറ്റീസിനൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ടൈപ്പിലാക്കണം സ്ലാക്ക് വേരിയബിൾസിനെ കൊടുക്കാൻ. അപ്പോൾ എല്ലാ ഇൻഇക്വാളിറ്റിനെയും നമ്മൾ -1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ടൈപ്പിലാക്കണം. എന്നിട്ട് സ്ലാക്ക് വേരിയബിൾസ് കൊടുക്കും വേണം. ഓക്കെ, സ്ലാക്ക് വേരിയബിൾസ് x4, x5, x6 ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഒറിജിനൽ വേരിയബിൾസിന് x1, x2, x3 എന്നുള്ള ഈ 3 വേരിയബിൾസിനും 0 ചൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. അത് ഫീസിബിൾ ആയിക്കോണമെന്നില്ല. കാരണം അപ്പോൾ നമുക്ക് x4 = -3, x5 = -2, x6 = 4 എന്നുള്ള രൂപത്തിലാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അത് ഫീസിബിൾ ആയിക്കോണമെന്നില്ല. ഓക്കെ, പക്ഷേ ഈ ഇൻഫീസിബിൾ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡിൽ. അതാണ് ഈ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ
നമുക്ക് ഈ ഇൻഫീസിബിൾ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇൻഫീസിബിൾ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ സിംപ്ലക്സ് ടേബിൾ വരക്കാം. ഓക്കെ, ബേസിസ്, ഒന്നാമത്തെ കോളം ബേസിസ്, പിന്നെ രണ്ടാമത്തെ കോളം ഈ ബേസിസിലുള്ള വാല്യൂസ് ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ്, പിന്നെ P1 P2 P3 P4 P5 P6. ഓക്കെ, സിംപ്ലക്സ് ടേബിൾ വരക്കാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, പിന്നെ എഫ് അവസാനത്തെ റോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നോൺ ബേസിക് വേരിയബിൾസിൽ എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ ഒറിജിനൽ വേരിയബിൾസൊക്കെ നോൺ ബേസിക് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, കോഎഫിഷ്യൻസിനെ അതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ടേബിൾ നോക്കാം. എന്നിട്ട് ആദ്യം തന്നെ ചെയ്യുക എന്താണ്, BIs നോക്കുക, അതായത് ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് നോക്കുക. ഓക്കെ, ബി എന്നുള്ള കോളം നോക്കുക, അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് നെഗറ്റീവ് നമ്പർ വന്ന വേരിയബിൾ നോക്കുക. ഓക്കെ, ലീസ്റ്റ് നെഗറ്റീവ് നമ്പർ ഏതാണ്? -2 ഉണ്ട്, -3 ഉണ്ട്. അപ്പോൾ ലീസ്റ്റ് നെഗറ്റീവ് നമ്പർ -3. അപ്പോൾ ആ റോനെ ചൂസ് ചെയ്യുക. അതാണ് നമ്മളുടെ ഏത് വാല്യൂ, BP എന്നുള്ള വാല്യൂ ഈ സ്റ്റെപ്പിൽ -3. ഓക്കെ, അതായത് X4നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നോൺ ബേസിക് ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഇനി X4ൻ്റെ ആ റോ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ റോ കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ B എന്നുള്ള കോളം കൺസിഡർ ചെയ്യേണ്ട, ബാക്കിയുള്ള കോളംസ് കൺസിഡർ ചെയ്യുക X4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അതായത് 1 -2 -2 1 0 0. എന്നിട്ട് അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ടോ നോക്കുക. ഓക്കെ, അതാണ് എഴുതിയത്. എക്സാമിൻ API. ഇഫ് API > (0) ഫോർ ഓൾ I, ദെൻ സ്റ്റോപ്പ്. ഓക്കെ, എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സപ്പോസ് APIs ഏതെങ്കിലും ഒരു API, അപ്പോൾ ആ റോയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് CI/API ചെയ്യാം. CI/API എന്ന് പറഞ്ഞാൽ ആ എൻട്രീസിനൊക്കെ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എഫിൻ്റെ റോ ആയിട്ട് ആ എൻട്രീസിനൊക്കെ ഡിവൈഡ് ചെയ്യുക. CI/API. CIs എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കോഫിഷ്യൻസാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് എൻട്രീസ് വരുന്ന നമ്പേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 3/1 ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വന്ന ആ കോളംസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 5 -5/2 വരും, 5/-2 വരും, -5/2, പിന്നെ 2/-2, അപ്പോൾ -1. ഓക്കെ, അപ്പോൾ -2 -1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ന്യൂമറിക്കലി സ്മോളസ്റ്റ് എൻട്രി വന്ന കോളത്തിനെ ചൂസ് ചെയ്യുക. -2 -1 വന്നാൽ ന്യൂമറിക്കലി സ്മോളസ്റ്റ് -1. ന്യൂമറിക്കലി സ്മോളസ്റ്റ് ആണ്. ഓക്കെ, അതായത് നമ്പർ മാത്രം കൺസിഡർ ചെയ്യുക, അതിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കുക, സൈന് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ -1 വന്ന കോളം ചൂസ് ചെയ്യുക, അതായത് P3, കോളം P3. അപ്പോൾ അതായത് X3നെ നമ്മൾ ബേസിക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. X3 ഈ സ്റ്റെപ്പിൽ നോൺ ബേസിക് ആണ്, അടുത്ത സ്റ്റെപ്പിൽ ബേസിക് ആവും X4ന് പകരമായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സിംപ്ലക്സ് ടേബിൾ വരക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ബേസിലുള്ള എൻട്രീസൊക്കെ അല്ല ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസൊക്കെ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക, നോൺ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് ഒന്നുകൂടിയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ -1/2 വരും. ഓക്കെ, അതിന് മുന്നേ എന്ത് ചെയ്യണം, പൈവോട്ട് എലമെൻറ്റ് ഇവിടെ -2 ആണ്. അപ്പോൾ അതിനെ 1 ആക്കുക, അതിന് മുകളിലും താഴെയുള്ള എലമെൻസിനെയൊക്കെ 0 ആക്കുക, റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ -2നെ 1 ആക്കണം. അപ്പോൾ ആ റോനെ മുഴുവനായിട്ട് -2നോട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട്. പിന്നെ -1നെയും -2നെയും 0 ആക്കണം, റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് അതിനെ 0 ആക്കുക. അപ്പോൾ അടുത്ത ടേബിളിലുള്ള എൻട്രീസ് കിട്ടും. ഓക്കെ, പിന്നെ X4നെ X3 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അപ്പോൾ നമുക്ക് പിന്നെ -1/2 X5ൻ്റെ വാല്യൂ ആയിട്ട് വരും. അപ്പോൾ അത് X5നെ നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ X5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നോക്കുക, അതിൽ നെഗറ്റീവ് എൻട്രീസ് വരുന്നുണ്ടോ എന്ന് നോക്കുക, ബേസിസിലല്ലാതെ. ഓക്കെ,
ബി എന്നുള്ള കോളത്തിലല്ലാതെ നെഗറ്റീവ് നമ്പേഴ്സ് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നില്ലെങ്കിൽ അവിടെ നിർത്തുക. വന്നിട്ടുണ്ടെങ്കിൽ CI/API ചെയ്യാം. ഓക്കെ, അതായത് അവസാനത്തെ റോനെ, എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോനെ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത റോ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന കോളംസ് നോക്കുക. അതിൽ ന്യൂമറിക്കലി സ്മോളസ്റ്റ് നെഗറ്റീവ് നമ്പർ വരുന്ന കോളത്തിനെ ചൂസ് ചെയ്യാം. ഇവിടെ -8/3 ഉണ്ട്, -3 ഉണ്ട്, -2 വരുന്നുണ്ട്. അതിൽ ന്യൂമറിക്കലി സ്മോളസ്റ്റ് -2 ആണ്. അതായത് സൈന് നോക്കണ്ട, ഓക്കെ, നമ്പർ മാത്രം കൺസിഡർ ചെയ്താൽ. അപ്പോൾ ലീസ്റ്റ് നമ്പർ വരുന്ന കോളം ചൂസ് ചെയ്യുക. അതായത് P4. അതായത് അടുത്ത സ്റ്റെപ്പിൽ x5ന് കറസ്പോണ്ടിങ് ആയിട്ട് x4നെ കൊണ്ടുവരണം. മോർ ഓവർ പിന്നെ എൻട്രീസ് എന്ന് പറഞ്ഞാൽ പൈവോട്ട് എലമെൻറ്റ് -1/2നെ 1 ആക്കണം. അതിൻ്റെ മുകളിലും താഴെയും 0 ആക്കണം. ഓക്കെ, സിംപ്ലക്സ് മെത്തേഡ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത ടേബിൾ കിട്ടും. അടുത്ത ടേബിൾ നോക്കുക. അതിൽ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസൊക്കെ നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സൊല്യൂഷൻ ഒപ്റ്റിമലാണ്. അതായത് x3 = 2, x4 = 1, x6 = 8. ഒപ്റ്റിമം വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ ഏറ്റവും താഴെയുള്ള എൻട്രി, ബി എന്നുള്ള കോളത്തിൻ്റെ ഏറ്റവും താഴെയുള്ള എൻട്രീൻ്റെ നെഗറ്റീവ്. ഓക്കെ, -4, അതായത് 4. ഇങ്ങനെയാണ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ള പ്രോബ്ലമൊക്കെ ചെയ്യാം. ഓക്കെ, 3 പ്രോബ്ലം ഉണ്ട് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ. നോട്ട്സിൽ സോൾവ്ഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നോട്ട്സ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം.